അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയത് കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളാണല്ലോ. അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച് എനിക്ക് രൂപം നൽകിയത് കർത്താവേ, അങ്ങയുടെ തൃക്കരങ്ങളാണല്ലോ. അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ. തിരുലിഖിതത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിച്ചു ഭക്തജനങ്ങൾ അത് കണ്ടാതിരിക്കട്ടെ. അങ്ങയുടെ വിധികൾ ന്യായമാണെന്ന് അങ്ങയുടെ വിശ്വസ്തത മൂലമാണ് അങ്ങ് എന്നെ എളിമപ്പെടുത്തിയതെന്ന് ഞാനിപ്പോൾ ഗ്രഹിക്കുന്നു. അങ്ങയുടെ ദാസനോട് അരുളി ചെയ്തതുപോലെ അങ്ങയുടെ കാരുണ്യം എന്നെ ആശ്വസിപ്പിക്കട്ടെ. അങ്ങയുടെ കാരുണ്യം എന്നെ ചൊരിയണമേ. അങ്ങയുടെ കൽപ്പന അഭ്യസിച്ചതുകൊണ്ട് ഞാൻ ജീവിക്കും. എന്നെ താഴ്ത്തിയ ദുഷ്ടന്മാർ ലജ്ജിതരാകട്ടെ. തിരുവചനം ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ ഭക്തരും അങ്ങയുടെ പ്രമാണം അറിയുന്നവരും എന്നെ പക്കലണയട്ടെ. അങ്ങയുടെ പ്രമാണം ഞാൻ ധ്യാനിക്കുന്നു. ഞാനതിൽ ലജ്ജിക്കുന്നില്ല. അങ്ങ് നൽകുന്ന രക്ഷ ഞാൻ കാംക്ഷിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. തിരുമൊഴിക്കായി മിഴികൾ നോക്കിയിരിക്കുന്നു. അങ്ങ് ഇപ്പോൾ എന്നെ ആശ്വസിപ്പിക്കുക. ഞാൻ മഞ്ഞിൽ നനഞ്ഞു ചേർത്ത തോൽക്കുടം പോലെയാണ്. എങ്കിലും കൽപ്പനകൾ ഞാൻ വിസ്മരിച്ചില്ല. ഞാൻ എത്ര കാലം ഇതെല്ലാം സഹിക്കണം? എന്നെ പീഡിപ്പിക്കുന്നവരെ അങ്ങ് ഇപ്പോൾ ന്യായം വിധിക്കുക. പ്രമാണമനുസരിക്കാത്ത ദുഷ്ടന്മാർ എനിക്കെതിരായി കുഴി കുഴിച്ചു. അങ്ങയുടെ കൽപ്പനകളെല്ലാം വിശ്വാസികളാകുന്ന ദുഷ്കർമ്മികൾ എന്നെ ഞെരുക്കുന്നു. ഭൂമിയിൽ അവർ എന്നെ നശിപ്പിച്ചെങ്കിലും ഞാൻ അങ്ങയുടെ പ്രമാണം പരിത്യജിച്ചില്ല. തിരുമൊഴികൾ ഞാൻ പാലിക്കുന്നതിന് അങ്ങയുടെ കരുണയ്ക്കൊത്ത വിധം എന്നെ ജീവിപ്പിക്കണം.
കർത്താവേ, അങ്ങ് നിത്യനാകുന്നു. അങ്ങയുടെ വചനം ആകാശമണ്ഡലത്തെ സുസ്ഥിരമാകുന്നു. അങ്ങയുടെ വിശ്വസ്തത എന്നേക്കുമാകുന്നു. ഭൂമി അങ്ങ് സ്ഥാപിച്ചുറപ്പിച്ചു. തിരുവചനം ധ്യാനിച്ചില്ലായിരുന്നെങ്കിൽ താഴ്ത്തപ്പെട്ടപ്പോൾ ഞാൻ തകരുമായിരുന്നു. അങ്ങയുടെ പ്രമാണങ്ങൾ ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല. അവ മൂലമാണല്ലോ ഞാൻ ജീവിക്കുന്നത്. കർത്താവേ, ഞാൻ അങ്ങയുടേതാകുന്നു. എന്നെ രക്ഷിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നല്ലോ. അക്രമികൾ എന്നെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്നു. അങ്ങയുടെ പ്രമാണം എന്നെ വിവേകിയാക്കി. എല്ലാം പൂർണ്ണതയും പരിമിതമെന്ന് ഞാൻ ഗ്രഹിച്ചു. അങ്ങയുടെ കൽപ്പനയോ നിസ്സീമമാണല്ലോ. അങ്ങയുടെ നിയമം ഞാൻ അത്യന്തം സ്നേഹിക്കുന്നു. ദിവസം മുഴുവൻ ഞാനത് ധ്യാനിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ പാലിക്കുന്നത് കൊണ്ട് ശത്രുക്കളെ എന്നെ ജ്ഞാനിയാക്കണമേ. അങ്ങയുടെ വചനം ഞാൻ ധ്യാനിക്കുന്നതിനാൽ എല്ലാ ഗുരുക്കന്മാരെക്കാൾ എന്നെ വിവേകിയാക്കണമേ. അങ്ങയുടെ പ്രമാണം ഞാൻ പാലിക്കുന്നത് കൊണ്ട് മുതിർന്നവരെക്കാൾ ഞാൻ വിവേകമുള്ളവനായി. അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുന്നതിന് ദുർമാർഗങ്ങളിൽ നിന്നെല്ലാം ഞാൻ പിന്മാറുന്നു. അങ്ങ് എന്നെ പഠിപ്പിച്ചതിനാൽ നിയമങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. നാവിന് തേനുന്നതിനേക്കാൾ അങ്ങയുടെ വചനങ്ങൾ എനിക്ക് മധുരതരമാണ്. അങ്ങയുടെ കൽപ്പനകൾ ഞാൻ മനനം ചെയ്തു. അതിനാൽ അധർമ്മികളുടെ മാർഗങ്ങളെല്ലാം ഞാൻ വെറുക്കുന്നു. പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കുമാമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ധൂളി പോലെ അവരെ ഞാൻ പൊടിക്കും. മർത്യർക്കെതിരായി നിതരാം പോരാടും ദുഷ്ടപിശാചിനെയും അവരുടെ കെണികളെയും തച്ചു തകർത്തവനീശോയെ സ്തുതിയും കീർത്തനവും. ആത്മാവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവനരോഹായാലാനീതന്നാഥൻ മരുഭൂമിൽ പാർത്തു പ്രാർത്ഥനയിൽ മുഴുകി. ശക്തിക്കുടയോൻ മിശിഹായാൽ സാതാനഭജിതനാൻ. ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മോടീ നാളിൽ നാഥൻ മൊഴിയുന്നു. ധൈര്യം നേടുവിൻ, ഭയമൊഴിവാക്കിടുവിൻ. എന്തെന്നാൽ ഞാൻ ലോകത്തെ വിജയിച്ചവനല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദുർബലമായിടും മർത്യശരീരത്തിൽ വന്നു പിറന്നവനാ മിശിഹാമാനവരെ ശക്തിയിലെന്നും നിലനിർത്താൻ ദുഷ്ടനെ നിഹനിച്ചു. കരുണാനിധിയാം കർത്താവേ, നിഞ്ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുത
എന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ, ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് മൗനമായിരിക്കരുതേ. അങ്ങ് നിശബ്ദനായിരുന്നാൽ കുഴിയിലേക്ക് പോകുന്നവരോടൊപ്പം ഞാനും നശിച്ചു പോകും. ഞാൻ അങ്ങയുടെ പക്കൽ നിലവിളിക്കുന്നു, വിശുദ്ധാലയത്തിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു. എന്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. കർത്താവാണ് എൻ്റെ സഹായവും ആശ്രയവും. എൻ്റെ ഹൃദയം കർത്താവിൽ ശരണപ്പെടുന്നു. ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. പ്രകീർത്തനങ്ങളാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുന്നാണ് തന്റെ ജനത്തിന്റെ ശക്തി, തന്റെ അഭിഷിക്തന്റെ രക്ഷകനും സഹായകനും. കർത്താവേ, അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ അങ്ങ് മേയ്ക്കണമേ, എന്നേക്കും നയിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവചരാചര സൃഷ്ടാവേ, നിൻ സത്യവർണ്ണ്യം അതിമഹനീയം. നിൻ സ്തുതി പാടാൻ തീർത്ഥവശക്തം ആരംഭവും മാനവഗണവും. യോഗ്യതയറ്റൊരു മാനവവംശം നിന്നുടെ ദയ തന്നാഴം കണ്ടു. സ്നേഹത്തികവേ നല്ലവനേ, നീ മർത്യസ്വഭാവം സ്വയമേറ്റു. മൃതിയാൽ മൃത്യുവിനപജയമേറ്റി രക്ഷകനാം നീ സ്വർഗം പോകി. ഉന്നത നൃപനും നാദനുമാം നീ ഉന്നത വേദിയിൽ ഉപവിഷ്ടനുമാ. കർത്താവാം നിൻ തിരുസവിധത്തിൽ ദൂതർ നിതരാം ഘോഷിക്കുന്നു. താതൻ പുത്രൻ റൂഹായാകും ദൈവം നിത്യം പരിശുദ്ധൻ താൻ. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ
നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. പാപം ചെയ്യുന്നവൻ നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്ന ഒരുവനും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്ന ഒരുവനും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുമക്കളെ, നിങ്ങളെ ആരും വഴിതെറ്റിക്കാതിരിക്കട്ടെ. നീതി പ്രവർത്തിക്കുന്ന ഏവനും അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതിമാനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദേവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ വ്യക്തമാണ്. നീതി പ്രവർത്തിക്കാത്ത ഒരുവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. തൻ്റെ സഹോദരനെ സ്നേഹിക്കാത്തവനും അങ്ങനെ തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏകസൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ